ഹലോ ഫ്രണ്ട്സ്, സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു തോരനാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങയുടെ ഒരു 1/4 ഭാഗം മത്തങ്ങയും അതിൻ്റെ തൊലിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലി നമ്മൾ ചെത്തിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ടൊരു 1/4 ഭാഗം മത്തങ്ങയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് വൻപയറാണ്. ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറാണ്. അത് നമുക്ക് പ്രത്യേകം കുക്കറിലിട്ട് ഒറ്റ വിസിൽ കൊണ്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതാണ് മത്തങ്ങ അരിഞ്ഞത്. മത്തങ്ങയുടെ തൊലി ഞാൻ 2 സൈസ് മത്തങ്ങയുടെ തൊലി എടുത്തിട്ടുണ്ട്. നമുക്കെപ്പോഴും കിട്ടുന്ന മത്തങ്ങ ഉണ്ടല്ലോ, പച്ചക്കളറിലെ അതും പിന്നെ നമ്മൾ കണി വെച്ച മത്തങ്ങയുടെ തൊലിയുമാണിത്. ഇനി നമ്മൾ വൻപയർ ഒരല്പം വെള്ളം ഒഴിച്ചൊരല്പം ഉപ്പ് ഇട്ട് ഒറ്റ വിസിൽ മതി ഇത് വേവാൻ. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയറാണ്. അപ്പോൾ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പയർ നമ്മൾ അടുപ്പിൽ വെച്ച് ഒറ്റ വിസിൽ മതി അത് വേവാൻ. അപ്പോൾ അത് വേവട്ടെ. അപ്പോഴേക്കും നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം വേറെ. അതിന് ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ തൊലിയും മത്തങ്ങയും കൂടെ ഉള്ളതാണിത്. അത് ചേർത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ പീസായിട്ട് വേണമെങ്കിലും എടുക്കാം. മത്തങ്ങ എളുപ്പം അങ്ങ് വേവും. മത്തങ്ങയുടെ തൊലിയും മത്തങ്ങയും എല്ലാം കൂടെയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാടൊന്നും ഇത് വേവാൻ സമയം എടുക്കത്തില്ല. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് വേവും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നമ്മൾ ഉപ്പൊക്കെ നോക്കണം. പയറിന് നമ്മളൊരല്പം ഉപ്പിട്ടായിരുന്നു, മത്തങ്ങയിലും ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്. ഇനി പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനകത്ത് ഞാനൊരു ഒരു കപ്പ് തേങ്ങയിലേക്ക് ഒരു 3 പച്ചമുളകും ഒരല്പം ജീരകം, 2 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ചേർത്ത് അരച്ചത്. അപ്പോൾ നമ്മളൊരു തോരൻ്റെ പരുവത്തിന് അരപ്പരയ്ക്കില്ല, അതേപോലെ ചതച്ച പോലെ എടുത്തിട്ട് നമുക്ക് ഇതിലേക്കിട്ട് ഒരല്പസമയം ഒന്ന് മൂടി വെക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 സെക്കൻഡ് മതി. അത് കഴിഞ്ഞ് നമുക്ക് തുറന്നതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പയറിലും മത്തങ്ങ വേവിച്ചപ്പോഴൊക്കെ ഉപ്പിട്ടതാണ്. അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഒട്ടും കുഴഞ്ഞു പോകാതെ യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് ഇത് വെന്ത് കുഴഞ്ഞു പോകരുത്. നമ്മൾ മത്തങ്ങയും പയറും മാത്രം ഇട്ടു ഇങ്ങനെ വെക്കും. മത്തങ്ങയുടെ തൊലിയും പയറും മാത്രം ഇട്ടു ഇങ്ങനെ വെക്കും. അല്ലാതെ നമ്മൾ മത്തങ്ങയുടെ തൊലിയും വൻപയറും കൂടെയാണ് ഞാൻ ഇന്ന് ചേർത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ വറുത്തിട്ട് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ് ഈ തോരന്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയും വേണം. താങ്ക്